ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് നെസ്റ്റ്. ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞണ്ട് റോസ്റ്റിന് വേണ്ടി ഞാനിവിടെ 2 വലിയ ഞണ്ടാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയും 10 ചെറിയുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ പീസ് പുളി കുറച്ച് നേരം മുമ്പ് കുറച്ച് വെള്ളത്തിൽ നിന്ന് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിനുവേണ്ടി നമുക്കിത് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞണ്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞണ്ട് വെന്ത് വരുമ്പോൾ എന്തായാലും അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഞണ്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 1-2 വട്ടം ഇളക്കി കൊടുത്തായിരുന്നു. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. അത് നമുക്കൊന്ന് തുറന്നു വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കിടുക്കാച്ചി ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.